നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അന്തിക്കാടും 3 പീടികയിലും മോഷണം. അന്തിക്കാട്ടെ കുടുംബക്ഷേത്രങ്ങളിൽ നിന്ന് 2.25 പവനോളം സ്വർണം നഷ്ടപ്പെട്ടു. ആയിരത്തി 300-ലധികം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡ് സമ്മാനിച്ച് CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ്. സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട AP ജോസ് മാസ്റ്റർക്ക് KSSPU തളിക്കുളം ബ്ലോക്ക് കമ്മിറ്റി സ്വീകരണം നൽകി. വാർത്തകൾ വിശദമായി. അന്തിക്കാട് കല്ലിടവഴിയിലെ 2 കുടുംബക്ഷേത്രങ്ങളിൽ നടന്ന മോഷണത്തിൽ 2.25 പവനോളം സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടു. പണ്ടാരൻ ഭദ്രകാളി ശ്രീ ഭുവനേശ്വരി ക്ഷേത്രം, പള്ളത്തി ശ്രീ മുത്തപ്പൻ പരദേവത ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. പണ്ടാരൻ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ ദേവിക്ക് ചാർത്തിയിരുന്ന 2 പവനോളം സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പള്ളത്തി പരദേവത ക്ഷേത്രത്തിൽ 1/4 പവനോളം വരുന്ന നൂലിൽ കോർത്ത് ദേവിയുടെ കഴുത്തിൽ ചാർത്തിയ താലിയാണ് നഷ്ടമായത്. കഴിഞ്ഞ ദിവസം പണ്ടാരൻ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ തോറ്റമ്പാട്ട് മഹോത്സവം നടന്നിരുന്നു. പുലർച്ചെ 2 മണിക്ക് അവസാനിച്ച തോറ്റമ്പാട്ട് മഹോത്സവത്തിനെ തുടർന്ന് ദേവിയുടെ കഴുത്തിൽ അണിയിച്ചിരുന്ന മാലകളാണ് മോഷണം പോയത്. തോറ്റമ്പാട്ട് മഹോത്സവം കഴിഞ്ഞതിനു ശേഷം മാത്രമാണ് നട തുറക്കുന്ന പതിവുള്ളത്. എന്നാൽ ഏതാനും ദിവസം കഴിഞ്ഞ് ക്ഷേത്രത്തിന്റെ നട തുറന്നു കിടക്കുന്നത് കണ്ടതോടെയാണ് സമീപവാസികളായ കുടുംബക്കാർ പരിശോധന നടത്തിയത്. തുടർന്നാണ് മോഷണ വിവരം അറിയുന്നത്. പള്ളത്തി കുടുംബക്ഷേത്രത്തിലും സമാന രീതിയിലാണ് മോഷണം നടന്നത്. പരാതിയെ തുടർന്ന് അന്തിക്കാട് പോലീസ് എത്തി അന്വേഷണം നടത്തിയെങ്കിലും പ്രതികളെക്കുറിച്ചൊന്നും ഇതുവരെയും സൂചന ലഭിച്ചിട്ടില്ല. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടണമെന്ന് ക്ഷേത്ര ഭാരവാഹികളായ ഗണേശൻ പണ്ടാരൻ, രതീഷ് പണ്ടാരൻ, ലാൽ സിംഗ് പണ്ടാരൻ, സുഗുണൻ പണ്ടാരൻ എന്നിവർ ആവശ്യപ്പെട്ടു. കയ്പമംഗലം 3 പീടികയിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് മോഷണ ശ്രമം. 3 പീടിക വ്യാപാര ഭവനടുത്ത കൊറ്റായിപ്പറമ്പിൽ സിദ്ദിഖിന്റെ വീടാണ് കുത്തി തുറന്ന നിലയിൽ കണ്ടെത്തിയത്. വിദേശത്ത് താമസിക്കുന്ന സിദ്ദിഖിന്റെയും കുടുംബത്തിന്റെയും വീടിന് പരിസരത്തുള്ളവർ വീടിന്റെ മുൻഭാഗത്തെ വാതിൽ കുത്തി തുറന്ന നിലയിൽ കണ്ടത്. മുൻവാതിലിന്റെ ലോക്ക് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിട്ടുള്ളത്. വീടിനുള്ളിലെ അലമാറകളെല്ലാം തുറന്നിട്ടിട്ടുണ്ട്. വീടിനകത്ത് സ്വർണവും പണവും ഉണ്ടായിരുന്നില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ സെയിന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. തിരുനാളിനോടനുബന്ധിച്ച് രാവിലെ നടന്ന ചടങ്ങിൽ ഫാദർ ചെറിയൻ മാളിയേക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ഡോഫിൻ കാട്ടുപറമ്പിൽ, ജനറൽ കൺവീനർ ഡെയ്സൺ പുലിക്കോട്ടിൽ, ജോയിന്റ് കൺവീനർ ഡേവിസ് ചെറുവത്തൂർ, കൈക്കാരന്മാരായ ജോൺസൺ പുലിക്കോട്ടിൽ, ആന്റണിയോ പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. തിരുനാൾ ദിനമായ ജൂൺ 15 രാവിലെ നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ അനിൽ പുതുശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, ഊട്ടുനേർച്ച, വെഞ്ചരിപ്പ് എന്നിവ നടക്കും. രാമായണത്തിൽ അന്തർലീനമായിരിക്കുന്ന ശ്രീരാമചന്ദ്ര സാധന പല തലങ്ങളിലായി സാധാരണ ജനങ്ങളെ പരിശീലിപ്പിക്കുന്ന ശ്രീരാസ പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ രാമായണം ഈവനിംഗ് റിട്രീറ്റ് നടന്നു. തൃപ്രയാർ ക്ഷേത്രത്തിനടുത്ത് ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി തൃപ്രയാർ ക്ഷേത്രം മാനേജർ മനോജ് K. നായർ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. കീർത്തനാലാപനങ്ങളോടെ ആരംഭിച്ച പരിപാടിയിൽ രാമായണം 23 ഗ്രന്ഥത്തിന്റെ രചയിതാവും ശ്രീരാസ വർക്ക്ഷോപ്പ് ആധുനിക പുനർസ്ഥാപകനും കൂടിയായ യോഗി മംഗളയുടെ മാർഗദർശനത്തിൽ വിശദീകരണ ക്രിയയും മന്ത്രോപാസനയും ചടങ്ങിൽ നടന്നു. കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ കാരമുക്ക് ശാഖ വാർഷിക സമ്മേളനവും വനിതാ സമ്മേളനവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും SNGS ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തി. വാർഷിക സമ്മേളനം ജില്ലാ പ്രസിഡന്റ് CS പ്രേമൻ ഉദ്ഘാടനം ചെയ്തു.
ജില്ലാ കമ്മിറ്റിക്ക് സ്വന്തം എന്ന് പറയാനൊരു വസ്തു ഇല്ലാതെ ആയപ്പോൾ മറ്റ് ജില്ലകളുടെ ഫണ്ട് സമാഹരണത്തെ കോപ്പി അടിച്ചുകൊണ്ട് തൃശ്ശൂർ ജില്ല 2025 ചില ധാരണകൾ ഉണ്ടാക്കി. അത് കഴിഞ്ഞ ഏപ്രിൽ 20-ാം തീയതിയിലെ ജില്ലാ യോഗത്തിൽ അത് തീരുമാനമാക്കി ശാഖകൾ തോറും ഒരു വീട് ഒരാൾ വെച്ചെങ്കിലും 1000 രൂപയുടെ 21 മാസം കൊണ്ട് വട്ടെത്തുന്ന ഒരു മാസ സമ്പാദ്യ പദ്ധതി. അതിൽ ചില നിബന്ധനകളിൽ ഒന്നാമത്തെ മാസം ഫണ്ട് ജില്ലാ കമ്മിറ്റി സമാഹരിക്കുകയും രണ്ടാമത്തെ മാസം തൊട്ട് നറുക്കെടുത്ത് കിട്ടുന്ന തുക മൊത്തം 20,000 രൂപ ഒന്നാമത്തെ നറുക്ക് കിട്ടുന്ന ആൾക്ക് കൈയോടെ കൊടുക്കുക. രണ്ടാമത്തെ മാസം നറുക്കെടുക്കുന്ന ആൾക്ക് രണ്ടാമത്തെ നറുക്കെടുക്കുന്ന ഭാഗ്യവാന് 20,000 രൂപ കൊടുക്കുക. അങ്ങനെ 20 മാസം കഴിയുമ്പോൾ ആ ചേർന്ന ആളുകൾക്ക് നറുക്കിൽ ഉൾപ്പെടാത്തവർക്ക് 21-ാമത്തെ മാസം 20,000 രൂപയും വെച്ചത് കൊടുക്കും. ഇങ്ങനെയൊരു ഫണ്ട് സമാഹരണമാണ് നമ്മൾ ലക്ഷ്യം വെച്ചത്. നമ്മൾ ഉദ്ദേശിച്ച ആളുകൾ പല ശാഖകളിൽ നിന്നും നിസ്സഹകരണം മൂലം കുറഞ്ഞു വന്നപ്പോൾ നമ്മുടെ ശാഖയ്ക്ക് തന്ന വിഹിതം പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. 50 വേണം എന്ന് വിചാരിച്ചിട്ട് ശാഖാ ഭാരവാഹികളും ജില്ലയിൽ പ്രവർത്തിക്കുന്ന മെയിനായിട്ടുള്ള 2 ഭാരവാഹികളും ഉണ്ടായിട്ട് 50 കുടുംബങ്ങളെ ഉൾപ്പെടുത്തി 50,000 രൂപ സമാഹരിക്കാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല. വനിതാ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ശാന്ത മാച്ചൻ ഉദ്ഘാടനം നിർവഹിച്ചു. ശാഖയിലെ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ യോഗത്തിൽ അനുമോദിച്ചു. കൂടാതെ NMMS, LSS നേടിയവരെയും SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ഹാഫ് കിഡോ മത്സരത്തിൽ ദേശീയ അവാർഡ് മെഡൽ നേടിയവരെയും ആദരിച്ചു. BSNL-ൽ നിന്ന് വിരമിച്ച ശാഖാംഗമായ TK രവിയെ സീനിയർ അംഗങ്ങളായ TM കുട്ടപ്പൻ, CS ചന്ദ്രൻ എന്നിവർ ചേർന്ന് പൊന്നാട അണിയിച്ചു. വിദ്യാഭ്യാസ അവാർഡ് ദാനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി TK കുട്ടൻ നിർവഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം CP പ്രകാശൻ ബാബു, വാടാനപ്പള്ളി ശാഖ പ്രസിഡന്റ് മീനാക്ഷിക്കുട്ടി, സെക്രട്ടറി സിന്ധു ചന്ദ്രൻ, സുനിത ബാബു, CS വാസു, ജില്ലാ ട്രഷറർ TM ശങ്കുണ്ണി, കമ്മിറ്റി അംഗം സവിത ബിനോജ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. അകാലത്തിൽ ജീവൻ പൊലിഞ്ഞ സ്നേഹിതന്റെ ഓർമ്മദിനത്തിൽ സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. 2016 പേരാമ്പ്രയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സ്നേഹിതൻ അരിമ്പൂർ സ്വദേശി ഗോപിയുടെ ഓർമ്മദിനത്തിൽ സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ചേറ്റുപുഴ സരസ്വതി വിലാസം LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. തുടർച്ചയായി 9ാം വർഷത്തിലും വിവിധങ്ങളായ പരിപാടികൾ നടത്തിക്കൊണ്ട് സൗഹൃദ കൂട്ടായ്മ ഓർമ്മദിനം ആചരിച്ചു പോരുന്നു. കൂട്ടായ്മയിലെ അംഗങ്ങളായ ചീരന്ത്, വിനു, അബീഷ്, ബൺസിദാർ, അജയ്നാഥ്, പ്രതീഷ്, കിരൺ തുടങ്ങിയവർ ചേർന്ന് ഹെഡ് മിസ്ട്രസ് വിജയശ്രീ ടീച്ചർക്ക് പഠനോപകരണങ്ങൾ കൈമാറി. 2016 പേരാമ്പ്ര വെച്ചുണ്ടായ വാഹനാപകടത്തിൽ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയ നമ്മുടെ സ്വന്തം ഗോപിച്ചാണ്ട ഓർമ്മ ദിവസമായ ചേറ്റുപുഴ സരസ്വതി വിലാസം സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ നമ്മളൊന്ന് കൈമാറി. ഇടവേള. Manappuram Geeta Ravi Public School, the joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു.
രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും സിനിമാ താരങ്ങളും അണിനിരന്ന ചടങ്ങിൽ 1300-ലധികം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡ് സമ്മാനിച്ച് CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ്. ചേറ്റുവ മുതൽ അഴീക്കോട് വരെയുള്ള സ്കൂളുകളിൽ നിന്ന് SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് CP ട്രസ്റ്റ് ആദരമൊരുക്കിയത്. മതിലകം പുന്നക്ക ബസാർ റാക്ക് പ്ലാസ ഓഡിറ്റോറിയത്തിലാണ് നക്ഷത്ര തിളക്കം എന്ന പേരിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനം സംഘടിപ്പിച്ചത്. റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ ചേർന്ന് നക്ഷത്ര തിളക്കം ഉദ്ഘാടനം ചെയ്തു. നമ്മളോട് തുടർച്ചയായി കച്ചവടവൽക്കരിക്കപ്പെടുന്ന ഒരു ലോകം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് മക്കളെ ആരാക്കും എന്ന ചോദ്യമാണ്. രക്ഷകർത്താക്കളോടൊപ്പമാണ് കുഞ്ഞുങ്ങൾ അധികവും അവരുടെ മോതിരവിരലിൽ പിടിച്ചിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. മക്കളെ ആരാക്കും എന്ന ചോദ്യം നമ്മുടെ മുമ്പിൽ നിരന്തരമായി ചോദ്യം ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത്തരം ചോദ്യങ്ങൾക്ക് കൊടുക്കാൻ ഒരു മറുപടിയെ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാൻ പാകൂ. അത് മക്കളെ കച്ചവടക്കാരാക്കുമെന്നോ ഡോക്ടറോ എഞ്ചിനീയറോ അഭിഭാഷകനോ ശാസ്ത്രജ്ഞനോ പ്രൊഫസറോ പോലീസോ ജഡ്ജിയോ ഒന്നുമാക്കണം എന്നായിരിക്കരുത്. മക്കളെ ആരാക്കണമെന്ന ചോദ്യത്തിന് ആധുനിക കാലത്തിൻ്റെ മുമ്പിൽ അഭിമാനത്തോടെ നമുക്ക് പറയേണ്ട മറുപടി ഞങ്ങളുടെ മക്കളെ മനുഷ്യരാക്കും എന്നാണ് എന്ന് തന്നെയായിരിക്കണം നമ്മുടെ മറുപടി. ജനപ്രതിനിധികളും നിങ്ങളുടെ ഇഷ്ടതാരങ്ങളുണ്ട്. അവരെ നിങ്ങൾ താരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഇന്ന് നിങ്ങളും താരങ്ങളാണ്. നക്ഷത്ര തിളക്കം എന്നാണ് ഈ പരിപാടിയുടെ പേര്. നന്നായി പഠിച്ച് കഠിനാധ്വാനം ചെയ്ത് നല്ല മാർക്ക് വാങ്ങിച്ച് നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ഇഷ്ടതാരങ്ങളെ പോലെ ഞങ്ങളുടെ ഇഷ്ടതാരങ്ങളായി നിങ്ങളും ഈ വേദിയിൽ നന്നായി പഠിച്ച് നല്ല മിടുമിടുക്കികളായി നല്ല മിടുമിടുക്കന്മാരായി മാറി ഈ നാടിൻ്റെ അഭിമാനമായി നിങ്ങളെല്ലാം മാറട്ടെ. CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹ് അധ്യക്ഷത വഹിച്ചു. സിനിമാ താരങ്ങളായ കുഞ്ചാക്കോ ബോബൻ, റഹ്മാൻ, മനോജ് K. ജയൻ, കാവ്യ മാധവൻ, രമേശ് പിഷാരടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കുട്ടിക്കാലത്തെ സ്കൂൾ അനുഭവങ്ങൾ താരങ്ങൾ പങ്കുവച്ചു. ഇനിയും അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് നല്ല സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല പ്രവൃത്തികളൊക്കെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പുതിയ കാലത്ത് മോശ സ്വാധീനങ്ങൾ ഒരുപാട് വളർന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കൈവിട്ടു പോകാതെ നമ്മൾ അവരോടൊപ്പം അവരുടെ ഏറ്റവും അടുത്ത ആളായി മാറണം. ശരിക്കും പറഞ്ഞാൽ ശ്രീപത്മനാഭ ക്ഷേത്രത്തിലെ A നിലവറ B നിലവറ എന്ന് വേണേൽ പറയേണ്ടി വരും. ഇത് A നിലവറ, B നിലവറയിൽ ഇനി അങ്ങിരിക്കുകയാണ് ഇതിൻ്റെ ഇരട്ടി ആൾക്കാർ. ഭാവിയിലേക്കുള്ള വഴിയിൽ ഇത് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പ്രോത്സാഹനമായി മാറട്ടെ. പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ടോട്ടലായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറുന്നതിൻ്റെ വേഗത വളരെ കൂടുതലാണ്. ബെന്നി ബെഹനാൻ MP, രാജ്യസഭാ അംഗം ജെബി മേത്തർ, NA അക്ബർ MLA, ഗൾഫാർ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് അലി, കല്യാൺ സിൽക്സ് MD TS പട്ടാഭിരാമൻ, സീഷോർ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് അലി, ഒബറോൺ ഗ്രൂപ്പ് ചെയർമാൻ MA മുഹമ്മദ്, അജ്മി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് അഫ്സൽ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. 5000-ഓളം വരുന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മുന്നിൽ പ്രശസ്ത സിനിമാ താരം കുഞ്ചാക്കോ ബോബൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച നിരവധി പേരെ ചടങ്ങിൽ ആദരിച്ചു. കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് മഹാമൃത്യുഞ്ജയ ഹോമവും ശ്രീവിദ്യ പൂജയും നടത്തി. ക്ഷേത്രം തന്ത്രി സുകുമാരൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി കലേഷ്, മുഖ്യ ശാന്തി രാജൻ തുടങ്ങിയവർ സഹകാർമ്മികരായി. തുടർന്ന് SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് പുരസ്കാര സമർപ്പണം നടത്തി. ക്ഷേത്രം പ്രസിഡന്റ് KK ശേഖരൻ നേതൃത്വം നൽകി. വിദ്യാഭ്യാസത്തിൽ ആലസ്യം വന്നാൽ വിളവുണ്ടെങ്കിലും ഭൂമി കള ചേർന്നാൽ ദുഷിച്ചു. വിളവുള്ള ഭൂമിയാണ്. 10 പറ നെല്ലിട്ടാൽ 100 പറ കൊയ്യാൻ കഴിവുള്ളതായ നല്ല വളഭൂയിഷ്ടമായ ഭൂമിയാണ്. പക്ഷെ എന്ത് പറ്റി? കള ചേർന്നാൽ ദുഷിച്ചു പോകും. കള എന്താണ്? പുല്ല്. അപ്പൊ സുന്ദരനാണ്, സുന്ദരിയാണ്, ആരോഗ്യമുണ്ട്, ബുദ്ധിയുണ്ട്. അലസം വന്നാലോ പഠിക്കാൻ പറ്റില്ല. ഇതുപോലെ വിളവുണ്ടെങ്കിലും ഭൂമി കള ചേർന്നാൽ ദുഷിച്ചു പോകും. അന്താറത്തറ കുടുംബ കൂട്ടായ്മ കുടുംബ സംഗമം നടത്തി. ചന്ദ്രാപ്പിനി മഠത്തിക്കുളം അന്താറത്തറ തറവാട് മുറ്റത്ത് നടന്ന ചടങ്ങിൽ ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. പണ്ട് കാലഘട്ടങ്ങളിൽ കുറച്ചുകൂടി കുടുംബാംഗങ്ങൾ ഒത്തുചേരുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പണ്ടത്തെ പോലെ എല്ലാ കുടുംബാംഗങ്ങളും പലപ്പോഴായി അങ്ങനെ കണ്ടുമുട്ടാനുള്ള അവസരങ്ങൾ വിരളമാണ്.
ഇപ്പോൾ നമ്മുടെ ഒരു വലിയൊരു വെക്കേഷൻ കഴിഞ്ഞു, അവധിക്കാലം. പണ്ടാണെങ്കിൽ അവധിക്കാലഘട്ടത്ത് മക്കളൊക്കെ ഉമ്മയുടെ വീട്ടിൽ പോവുക അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുടെ വീട്ടിൽ പോവുകയൊക്കെ ഒരു പതിവായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ കുറഞ്ഞു വരികയാണ്. അതുപോലെ ഇപ്പോൾ വളരെ അടുത്ത കുടുംബാംഗങ്ങൾ പോലും സാധാരണ കണ്ടുമുട്ടുന്നത് ഏതെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോഴാണ്. അല്ലാത്തൊരു സൗഹൃദത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒക്കെ അന്തരീക്ഷം. കൂട്ടായ്മ പ്രസിഡന്റ് ഷിഹാബ് അന്താരത്തറ അധ്യക്ഷനായി. മുൻ MLA PJ ജോയ്, സുനിൽ P മേനോൻ, PD സജീവൻ, സജില ഷാനവാസ്, അഫ്സൽ അന്താരത്തറ, മൊയ്തീൻ, ഇബ്രാഹിംകുട്ടി, ഷിയാസ്, ഷെരീഫ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. LLB ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി എൻറോൾ ചെയ്ത അഡ്വക്കേറ്റ് ജുനരിയ ഹാരിസ്, അഡ്വക്കേറ്റ് ഹെയർനിസ ഹാരിസ് തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദനവും നൽകി. വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. കാപ്പ ഉത്തരവ് ലംഘിച്ച യുവാവിനെ അറസ്റ്റ് ചെയ്തു. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച മതിലകം മതിൽമൂല സ്വദേശി പുന്നച്ചാലിൽ 24 വയസ്സുള്ള ജിഷ്ണുവിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. വിഷ്ണുവിന് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി കവർച്ചാ കേസും വധശ്രമവും അടക്കം 9 ക്രിമിനൽ കേസുകളുണ്ട്. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, SIമാരായ സജീഷ്, ഷൈജു, സിവിൽ പോലീസ് ഓഫീസർമാരായ വിപിൻ ദാസ്, ആന്റണി, ദിനേശൻ എന്നിവർ എറണാകുളം ബീനാപുരം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണ് ജിഷ്ണുവിനെ എറണാകുളം ജില്ലയിലെ മുപ്പത്തിടത്ത് നിന്ന് അറസ്റ്റ് ചെയ്തത്. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ റോഡ് നിർമ്മാണത്തിന്റെയും ശുചീകരണ പ്രവർത്തനങ്ങളുടെയും ഭാഗമായി ലഭിച്ച മണ്ണ് കടത്തിക്കൊണ്ടുപോയവർക്കെതിരെ പോലീസ് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി നാട്ടിക പഞ്ചായത്തിന് മുൻപിൽ സമരം നടത്തി. DCC ജനറൽ സെക്രട്ടറി K. ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു സ്വകാര്യ വ്യക്തിയുടെ ഇവിടെ ഉള്ള അമൽ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്റെ പറമ്പിലിടുമ്പോൾ സ്വാഭാവികമായി ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ അത് നിക്ഷേപിക്കുമ്പോൾ തന്നെ ആ പറമ്പിന്റെ ഉടമസ്ഥന്റെ ആ വ്യക്തിയുടെ അനുവാദം മേടിച്ചിട്ടുണ്ടാകും. ഇവിടെ അങ്ങനെ അനുവാദം മേടിക്കാതെയാണ് ആ മണ്ണ് അവിടെ നിക്ഷേപിച്ചത്. അത് കഴിഞ്ഞ് തങ്ങളുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി ആ മണ്ണ് അവിടെ നിന്ന് കയറ്റിക്കൊണ്ടുപോവുക മാത്രമല്ല, ആ മണ്ണ് നിക്ഷേപിച്ച പറമ്പിൽ നിന്ന് ഏകദേശം ഒരു താഴ്ചയിൽ സ്വകാര്യ വ്യക്തിയുടെ മണ്ണ് കൂടി എടുത്തുകൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ വെറും കൊള്ളയല്ല, തീവെട്ടിക്കൊള്ളയാണ് നടന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മണ്ണ് കടത്തിക്കൊണ്ടുപോയതിന്റെ കൃത്യമായ തെളിവുകൾ കോൺഗ്രസ് നൽകിയിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറാകുന്നില്ല. ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും DCC സെക്രട്ടറി K. ദിലീപ് കുമാർ പറഞ്ഞു. പ്രതിഷേധ യോഗത്തിൽ കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി അനിൽ പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി VR വിജയൻ, മഹിളാ കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് P. വിനു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, TV ഷൈൻ, ജീജ ശിവൻ, KV സുകുമാരൻ, PC മണികണ്ഠൻ, മധു അന്തിക്കാട്ട്, CK മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് പൂർത്തീകരിക്കാൻ, അതിന് മുൻകൈയെടുക്കാൻ ഒരു എത്തും പിടിയുമില്ലാതെ നിൽക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയെ നമ്മൾ കാണും. അവിടെ നിന്നങ്ങോട്ട് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ അഴിമതിയുടെ കേളീരംഗമായി, അഴിമതിയുടെ കൂത്തരങ്ങായി നാട്ടിക പഞ്ചായത്തിലെ CPM ഭരണം മാറുന്ന കാഴ്ചയാണ്. ഇനിയൊരിടവേള കൂടി. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്.
ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട AP ജോസ് മാസ്റ്റർക്ക് KSSPU തളിക്കുളം ബ്ലോക്ക് കമ്മിറ്റി സ്വീകരണം നൽകി. തളിക്കുളം ബ്ലോക്ക് പെൻഷൻ ഭവനിൽ വെച്ച് നൽകിയ സ്വീകരണം KSSPU തൃശൂർ ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MV മധു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി BN ജയാനന്ദൻ, ജില്ലാ കമ്മിറ്റി മെമ്പർ TC റീത്ത ടീച്ചർ, ബ്ലോക്ക് ട്രഷറർ TK ഹരിദാസ്, വിമല ടീച്ചർ, പ്രസന്നകുമാരി ടീച്ചർ, ആശാലത ടീച്ചർ, NAP സുരേഷ് കുമാർ, അജിതകുമാർ, NK ലോഹിതാക്ഷൻ, ജയപ്രകാശൻ, MV രാധാകൃഷ്ണൻ, NK വിജയകുമാർ എന്നിവർ സംസാരിച്ചു. ബഹുമാന്യനായ റവന്യൂ മിനിസ്റ്റർ K. രാജൻ അവറുകളാണ്. പക്ഷെ ആ അവസരത്ത് അദ്ദേഹത്തിന് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയും അദ്ദേഹം ജില്ലാ സമ്മേളനത്തിലേക്ക് കൊടുത്തയച്ച ആശംസകൾ ആ ജില്ലാ സമ്മേളനത്തിൽ വെച്ച് വായിക്കുകയും ഉണ്ടായി. പക്ഷേ നമ്മുടെ ഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ ജില്ലാ സമ്മേളനത്തിൽ പതാക ഉയർത്തിയ ഉദ്ഘാടന സമ്മേളനത്തിന് ഉദ്ഘാടനം നടത്തേണ്ട ചിത്രമാണ് പല പത്രങ്ങളിലും വരാറുള്ളത്. പക്ഷെ യാദൃശ്ചികമായി അദ്ദേഹത്തിന് വരാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിന്നപ്പോൾ നമ്മുടെ ഉദ്ഘാടന ദിവസം പത്രത്തിൽ നമുക്ക് ന്യൂസ് വന്നത്, അല്ലെങ്കിൽ പടം വന്നത് പതാക ഉയർത്തുന്ന പടമായിരുന്നു എന്ന് നമുക്ക് കാണാൻ. അപ്പൊ അതില് വളരെ സന്തോഷം. എടമുട്ടം SNS സമാജം വിദ്യാമന്ദിർ സ്കൂളിൽ പ്രവേശനോത്സവം മെറിറ്റ് ഡേയും ആഘോഷിച്ചു. SNS സമാജം സെക്രട്ടറി സുനിൽ അണക്കത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. SNS സമാജം ഭരണസമിതി പ്രതിനിധികളായ സുമോദ് എരണയെഴുത്ത്, സ്കൂൾ പ്രിൻസിപ്പൽ പ്രസീത PS, അതുല്യ ഘോഷ്, ഷാജഹാൻ, PTA പ്രസിഡന്റ് ഇന്ദുലാൽ, മദർ കൺവീനർ ഫസിയ, അഡ്മിനിസ്ട്രേറ്റർ രാധിക മണി തുടങ്ങിയവർ സംസാരിച്ചു. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി പറയേണ്ടതില്ലെന്നും, പിന്നെ എല്ലാവരും ടീച്ചേഴ്സിനെ പറ്റി പറയാനെങ്കിലും മാനേജ്മെൻറ്റിനെ പറ്റി പറയാനെങ്കിലും നല്ല മാത്രമേ പറയാനുള്ളൂ. ഈ സ്കൂളിൻ്റെ നടത്തിക്ക് വേണ്ടി എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല. ഓൾ ദി ബെസ്റ്റ്. കുറുനരിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ മയിലിന് രക്ഷകരായി തളിക്കുളം അനിമൽ കെയർ പ്രവർത്തകർ. എങ്ങണ്ടിയൂർ ചന്തപ്പടിക്ക് കിഴക്കുഭാഗത്ത് വീട്ടുപറമ്പിൽ കുറുനരിയുടെ ആക്രമണത്തിൽ ഒരു മയിൽ പരിക്കേറ്റ് കിടക്കുന്നുണ്ട് എന്ന് വാർഡംഗമായ ഷീന ദിലീപ് കുമാർ അറിയിച്ചതിനെ തുടർന്നാണ് തളിക്കുളം അനിമൽ സ്ക്വാഡ് പ്രവർത്തകരായ PR റെജിൽ, സത്യൻ വാക്കാട്ട്, സജു ഇത്തിക്കൂട് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് എത്തിയത്. തളിക്കുളം മൃഗാശുപത്രിയിൽ എത്തിച്ച് വെറ്റിനറി ഡോക്ടർ TS ആര്യ മയിലിനെ പരിശോധിക്കുകയും പരിക്കേറ്റ മയിലിന് ചികിത്സ നൽകുകയും ചെയ്തു. സ്റ്റാഫ് അംഗങ്ങളായ ബിജോയ്, അഞ്ജന,
PR രമേശ്, അനിത എന്നിവർ ചികിത്സയ്ക്ക് സഹായികളായി. മയിൽ സുഖം പ്രാപിച്ചാൽ അതിനെ ആവാസസ്ഥലത്ത് തന്നെ തുറന്നുവിടുമെന്ന് അനിമൽ സ്ക്വാഡ് അംഗങ്ങൾ പറഞ്ഞു. നടിക കുട്ടശ്ശം വീട്ടിൽ ഗുരുമുത്തപ്പൻ ശ്രീ രുദ്ര മഹാകാളി വിഷ്ണുമായ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും കളമ്പാട്ട് മഹോത്സവവും ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ഗുരുമുത്തപ്പന രൂപക്കളം, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം, ദീപാരാധന, കേളി, പറ്റ്, തായമ്പക, രാത്രി രുദ്ര മഹാകാളിക്ക് രൂപക്കളം. തുടർന്ന് തൃപ്രയാർ സരയു കലാവേദിയുടെ നേതൃത്വത്തിൽ വീരനാട്യം, കൈകൊട്ടിക്കളിയും അരങ്ങേറി. നിഷാദ് കുട്ടശ്ശം വീട്ടിൽ മുഖ്യ കാർമ്മികനായി. മേളത്തിന് തൃപ്രയാർ അനിയന്മാരാർ നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ശിവസുതനെ ഗുരുവരനെ വന്ദന അപ്പമവിൽ ചക്കരയും പഴവും ഇന്നു നൽകിടാം. സീത പരിണയം ചെയ്തു രാമ മൈത്രി നായക തൃപ്രയാ തേവരി കൈതൊഴാം തേവരി കൈവിടലേ എന്നേ നീ കാരുണ്യവാരിധി. ഇനി കാണാം വിദ്യാലയങ്ങളിലൂടെ. 8ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര നിറവിൽ വിദ്യാലയങ്ങൾ. തൃശൂർ ജില്ലയിലെ തളിക്കുളം പഞ്ചായത്തിലെ ഏക സർക്കാർ ഹൈസ്കൂളാണ് തളിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂൾ. 1957 സ്ഥാപിതമായ ഈ വിദ്യാലയം തൃശൂർ ജില്ലയിലെ ഏറ്റവും പഴക്കമേറിയ വിദ്യാലയങ്ങളിൽ ഒന്നാണ്. തളിക്കുളം പഞ്ചായത്തിലെ ഏക ഗവൺമെന്റ് ഹൈസ്കൂൾ കൂടിയാണിത്. 1957 P. കൃഷ്ണൻ ആയിരുന്നു ആദ്യത്തെ പ്രധാന അധ്യാപകൻ. കരുവത്ത് വേലപ്പൻ സൗജന്യമായി അനുവദിച്ച സ്ഥലത്താണ് സ്കൂൾ സ്ഥാപിച്ചത്. 5.5 ഏക്കർ ഭൂമിയിലാണ് വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. ഹൈസ്കൂളിന് 5 കെട്ടിടങ്ങളായി 18 ക്ലാസ് മുറികളും ഹയർ സെക്കൻഡറിക്ക് ഒരു കെട്ടിടത്തിലായി 8 ക്ലാസ് മുറികളുമുണ്ട്. അതിവിശാലമായ ഒരു കളിസ്ഥലം വിദ്യാലയത്തിനുണ്ട്. ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്കും വെവ്വേറെ കമ്പ്യൂട്ടർ ലാബുകളുണ്ട്. 3 ലാബുകളിലുമായി ഏകദേശം 50ഓളം കമ്പ്യൂട്ടറുകളുണ്ട്. 2 ലാബുകളിലും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാണ്. തളിക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ ആണ് ഞാൻ. പേര് ആശ MA. നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു അംഗീകാരമാണ് ഇത്. ഗവൺമെൻറ് സ്കൂളുകളിൽ തളിക്കുളം പഞ്ചായത്തിൽ ഏറ്റവും മികച്ച ഒരു റിസൾട്ട് നമ്മുടെ വിദ്യാലയത്തിന് കിട്ടി. അതിൽ വിദ്യാർത്ഥികൾക്കുള്ള ഗ്രാമ്യ പുരസ്കാരം ലഭിക്കുന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി ആശ്രയിക്കാവുന്ന മികച്ച തളിക്കുളം പഞ്ചായത്തിലെ ഒരു വിദ്യാലയമാണ് നമ്മുടേത്. ഞാൻ തളിക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാനാധ്യാപികയാണ്. ഞങ്ങളുടെ സ്കൂളിലെ 91 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. മികച്ച വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് രാത്രികാല കോഴ്സ് പ്രത്യേക പരിശീലനം നൽകിയിരുന്നു. അതോടൊപ്പം PTA, SMC, MPTA എന്നിവരുടെ സഹായത്താൽ ഭക്ഷണവും നൽകിയിട്ടുണ്ടായിരുന്നു. ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് കൊടുക്കുന്നതിൽ ഗ്രാമ്യ ചാനലിന് പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുന്നു. ഞാൻ തളിക്കുളം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകനാണ്.
നമ്മുടെ തീരദേശത്തെ മണപ്പുറം തീരദേശത്തെ ഇവയോട് ചേർന്ന് കിടക്കുന്ന സ്കൂളിലെ വളരെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ കൂടിയാണ് നമ്മുടെ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. എങ്കിലും നമ്മൾ ഇക്കൊല്ലം മികച്ച വിജയം SLC കുട്ടികൾക്ക് നല്ല മികച്ച വിജയം നേടാൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ VHSC +2 വിഭാഗങ്ങളിലായി കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ നല്ല മികച്ച വിജയം നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും കുട്ടികളുടെ അപര്യാപ്തത ഇവിടെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ വർഷം വളരെ കുറച്ച് കുട്ടികളെ നമ്മുടെ 8ാം ക്ലാസ്സിൽ ഒന്ന് ചേർന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കുറേ പോസ്റ്റുകൾ ഇവിടെ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ഇതിനു വേണ്ടിയിട്ട് ഈ വർഷങ്ങളായി നമ്മുടെ ഗ്രാമീയ ചാനൽ ഇത്തരം മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ നേടുന്നുണ്ട്. നമ്മുടെ വിജയികളായ എല്ലാ കുട്ടികൾക്കും പുരസ്കാരം നേടുന്നതിൽ നമ്മുടെ സ്കൂളിൻ്റെ പേരുള്ള നന്ദി ഗ്രാമീയ ചാനലിൽ അറിയിക്കുന്നു. എൻ്റെ പേര് ദേവദത്ത്. ഞങ്ങൾ തളിക്കുളം GVHS കഴിഞ്ഞ വർഷം പഠിച്ച കുട്ടികളാണ്. എല്ലാവർക്കും ഫുൾ A+ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഫുൾ A+ കിട്ടിയ ടീച്ചർമാരുടെ സപ്പോർട്ടാണ്. നൈറ്റ് ക്ലാസ്സും എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു നന്നായി. എൻ്റെ പേര് ഗൗതം. ഞാൻ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയാണ്. എനിക്ക് ഫുൾ A+ കിട്ടിയിരുന്നു. ഇവിടുത്തെ ടീച്ചർമാർ നല്ല സപ്പോർട്ടായിരുന്നു. സ്പെഷ്യൽ ക്ലാസ് ആയാലും ഡൗട്ട് വയ്ക്കാനായാലും നല്ല രീതിയിൽ സപ്പോർട്ടായിരുന്നു. പിന്നെ സ്കൂൾ നല്ലൊരു വൈബാണ്. എൻ്റെ പേര് ആരുഷ്. ഇവിടുത്തെ തളിക്കുളം ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. എനിക്ക് ഫുൾ A+ കിട്ടി. അതിൽ ടീച്ചർമാരുടെ ഒരു വലിയ പങ്കുണ്ട്. പിന്നെ ഗ്രാമ്യയുടെ പുരസ്കാരം കിട്ടുന്നതിൽ സന്തോഷമുണ്ട്. എൻ്റെ പേര് അനന്തിക. ഞാൻ തളിക്കുളം GVHS സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അപ്പോൾ 10ാം ക്ലാസ്സിലെ പരീക്ഷയിൽ എനിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. അതിൽ എന്നെ ടീച്ചേഴ്സും അതുപോലെ എൻ്റെ ഫാമിലി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് നമുക്ക് വീക്കായിട്ടുള്ള സബ്ജക്ട്സ് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്തു. ടീച്ചേഴ്സിനോടും ഗ്രാമ്യ പുരസ്കാരം നൽകുന്ന ടീമിനോടും ഒരുപാട്. മോഡൽ HS പുതിയങ്ങാടി തൃശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിൽ തളിക്കുളം ബ്ലോക്കിൽ തളിക്കുളം പഞ്ചായത്തിലെ പുതിയങ്ങാടിയിൽ 6 ഏക്കർ വിസ്തൃതിയുള്ള പ്രകൃതി രമണീയമായ കോമ്പൗണ്ടിൽ പ്രവർത്തിച്ചു വരുന്നു. കുട്ടികളുടെ കലാസാഹിത്യ അഭിരുചിക്കും സർഗാത്മക ആവിഷ്കാരങ്ങൾക്കും പ്രത്യേക പ്രോത്സാഹനവും പരിശീലനവും. കായിക രംഗത്ത് പ്രത്യേക ശ്രദ്ധ. പ്രശാന്ത സുന്ദരമായ ഭൂപ്രകൃതി, സ്വന്തമായ ബഹുനില കെട്ടിടം, മികച്ച പഠന സൗകര്യങ്ങൾ, ആരോഗ്യകരമായ പഠനാന്തരീക്ഷം, ശുദ്ധമായ വായുവും വെള്ളവും, കമ്പ്യൂട്ടർ ലാബുകളും ഉണ്ട്. ഞാൻ മോഡൽ ഹൈസ്കൂൾ പുതിയങ്ങാടിയിലെ HM ആണ്. 2024-25 അധ്യയന വർഷം 167 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. ഈ 167 കുട്ടികളെയും നമുക്ക് പാസ്സാക്കാനായിട്ട് സാധിച്ചു. ഈ തീരപ്രദേശത്തെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ വളരെയധികം പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവരെ 100% റിസൾട്ടിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിച്ചത്. ഒപ്പം തന്നെ 8 കുട്ടികൾക്ക് ഫുൾ A+ എത്തിക്കാനായിട്ടും സാധിച്ചിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ നമ്മുടെ കുട്ടികളെയും സ്ഥാപനത്തിനെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ഈ ഗ്രാമ്യ ചാനലിനെ അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും നന്ദി നേരുന്നു. താങ്ക് യു. എൻ്റെ പേര് ഹന ഫാത്തിമ. ഞാൻ ഇത്തവണത്തെ മോഡൽ ഹൈസ്കൂൾ പുതിയങ്ങാടിയിലെ SSLC ഫുൾ A+ ഹോൾഡറാണ്. ഈ വിജയത്തിൻ്റെ പിന്നിൽ ഈ സ്കൂളിലത്തെ അധ്യാപകരും അതേപോലെ തന്നെ HMഉം ഞങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്കൂളിലെ അധ്യാപകരുടെ കഠിന പ്രയത്നമാണ് ഞങ്ങൾ ഈ വിജയത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെക്കാൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് കൂടുതലും ഇവിടുത്തെ അധ്യാപകരാണ്. അതേപോലെ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച ബഹുമാനപ്പെട്ട HMനും അതേപോലെ അധ്യാപകർക്കും പിന്നെ പ്രത്യേകിച്ച് ഗ്രാമ്യ ചാനലിലും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് അഫ്നാൻ KN. ഞാൻ ഇവിടെ മോഡൽ ഹൈസ്കൂൾ പുതിയങ്ങാടിയിൽ ഇത്തവണ ഫുൾ A+ ഹോൾഡറാണ് SSLC. ഞാൻ ഇവിടെ LKG തൊട്ട് പഠിക്കുകയായിരുന്നു. 12 കൊല്ലം പഠിച്ചു. ഇവിടെ മെയിനായിട്ട് ടീച്ചേഴ്സിൻ്റെ ഹാർഡ് വർക്കും ഭയങ്കര മോട്ടിവേഷനാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് ഈ സിറ്റുവേഷനിൽ ഞാൻ അവരോട് നന്ദി അറിയിക്കുകയാണ്. ഇവിടുത്തെ ടീച്ചേഴ്സിനും HMനും പിന്നെ ഗ്രാമ്യ ചാനലിലും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ പ്രായോഗിക തലത്തിലെത്തിച്ച കർമ്മധീരനായ ശ്രീനാരായണ ഭക്തൻ വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ 2000 പ്രവർത്തനം ആരംഭിച്ച വിദ്യാലയമാണ് നാട്ടിക ശ്രീനാരായണ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ.
8ാം ക്ലാസ്സിൽ 36 കുട്ടികളും 4 അധ്യാപകരോടും കൂടി നാട്ടിക ശ്രീനാരായണ ഹാളിൽ ആരംഭിച്ച വിദ്യാലയത്തിൽ ഇന്ന് 1000-ൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്നു. 2000-ൽ തുടങ്ങിയ ഈ വിദ്യാലയം 2002-ൽ പുറത്തിറങ്ങിയ ആദ്യ കൊമേഴ്സ് ബാച്ചിൽ തന്നെ 100% വിജയം നേടുകയും കേരളത്തിലെ ആകെ 100% വിജയം നേടിയ 6 സ്കൂളുകളിൽ 1ാം സ്ഥാനം പിടിക്കുകയും ചെയ്തു. നമസ്കാരം. SN ട്രസ്റ്റ് നാട്ടിക സ്കൂളിലെ പ്രിൻസിപ്പളാണ്. നമ്മുടെ ഈ വർഷത്തെ റിസൾട്ട് SSLC ആൻഡ് +2 റിസൾട്ട് SSLC 100%വും +2 87% എടുത്ത് A+, 19 A+ SSLCയിലും +2-ൽ 8 A+ എടുത്ത് നല്ലൊരു വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. അതിന് കാരണമായ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ്, PTA, നാട്ടുകാരും എല്ലാവർക്കും ഞാനൊരു നന്ദി പറയുകയാണ്. അത്രയും സപ്പോർട്ടോടു കൂടിയാണ്, കൂടുതൽ ക്ലാസ്സുകൾ കുട്ടികൾക്ക് കൊടുത്തു തന്നെയാണ് ഈ ഒരു റിസൾട്ട് നേടാൻ കഴിഞ്ഞത്. സ്പെഷ്യൽ ക്ലാസ് കൊടുത്തു തന്നെയാണ് റിസൾട്ട് നേടാൻ കഴിഞ്ഞത്. ഈ അവസരത്തിൽ ഗ്രാമ്യ ചാനലിനോട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കുട്ടികൾക്ക് എല്ലാവിധ നന്മകളും വരട്ടെ എന്ന് പറയുന്നുണ്ട്. ഓക്കെ. നമസ്കാരം. എൻ്റെ പേര് മിനിജ ആർ വിജയൻ. ഞാൻ SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപികയാണ്. ഗുരുദേവൻ്റെ അനുഗ്രഹത്താൽ ഇക്കൊല്ലവും സ്കൂളിന് 100% വിജയവും 19 A+ നേടാൻ കഴിഞ്ഞു. അത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഫലമാണ്. അതുപോലെ തന്നെ എൻ്റെ കുട്ടികൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി വിഭാഗം അധ്യാപികയാണ്. പേര് ബിന്ദു MJ. ഏറെ അഭിമാനത്തോടും പ്രൗഢിയോടും കൂടി എൻ്റെ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2000-ൽ 34 വിദ്യാർത്ഥികളുമായി തുടങ്ങിയ നമ്മുടെ സ്കൂൾ ഇന്ന് 2025-ൽ 1000 കുട്ടികളുമായി നിൽക്കുകയാണ്. ഇപ്രാവശ്യം SSLCക്ക് 100% വിജയമാണ് നമ്മുടെ കുട്ടികൾ നേടിയിരിക്കുന്നത്. 197 കുട്ടികൾ പരീക്ഷ എഴുതുകയും അതിൽ 197 കുട്ടികൾ പാസ്സാവുകയും ഒപ്പം 19 A+ നേടുകയുണ്ടായി. +2-ൽ 227 കുട്ടികൾ പരീക്ഷ എഴുതുകയും 197 കുട്ടികൾ വിജയിക്കുകയും 8 കുട്ടികൾക്ക് A+ നേടുകയും 6 കുട്ടികൾക്ക് A കിട്ടുകയും ചെയ്തു. പാഠ്യവിഷയങ്ങൾക്ക് പുറമെ പാഠ്യേതര വിഷയങ്ങളിലും നമ്മുടെ സ്കൂൾ 100% വിജയം കൈക്കൊള്ളാറുണ്ട്. NSS പ്രോഗ്രാം ഓഫീസറായ ശലഭ ടീച്ചറുടെ നേതൃത്വത്തിൽ അതീവ വിജയകരമായിട്ടാണ് നമ്മുടെ സ്കൂളിലെ NSSൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. അതുപോലെ ഹൈസ്കൂൾ വിഭാഗം, സ്കൗട്ട്, ഗൈഡ്സ്, JRC, ലിറ്റിൽ കൈറ്റ്സിൻ്റെ പ്രവർത്തനങ്ങൾ അതിമനോഹരമാണ്. ഈ നേട്ടങ്ങളുടെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹമയിയായ ഞങ്ങളുടെ പ്രിൻസിപ്പൽ ജയാബിനി ടീച്ചർക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട HM ശ്രീമതി മിനിജ ടീച്ചർ, ഞങ്ങളുടെ എന്തിനും ഏതിനും ഒപ്പം കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ ലോക്കൽ മാനേജർ പ്രസന്നൻ സാർ, PTA പ്രസിഡന്റ് നസീർ സാർ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എടുത്തു പറയത്തക്കതാണ്. അതുപോലെ നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, ഇതിനെല്ലാം ഉപരിയായി ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ. SN ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. സ്കൂൾ എന്നതിലുപരി ഒരു കുടുംബം പോലെയാണ് ഞങ്ങൾ ടീച്ചേഴ്സ് ഞങ്ങളുടെ കുട്ടികളോട് പെരുമാറുന്നത്. ഈ നേട്ടങ്ങൾക്ക് പിന്നിൽ ഇവിടുത്തെ അധ്യാപകരും അനധ്യാപകരും എല്ലാവരും ചേർന്ന ഒരു നേട്ടമാണ് ഞങ്ങളുടെ SN ട്രസ്റ്റ് എന്നും മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും അങ്ങനെയുള്ള തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA പ്രസിഡന്റ് PSP നസീർ. ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 2025 തുടർച്ചയായിട്ടുള്ള 8ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സാമൂഹിക ബോധമുള്ള രക്ഷിതാക്കൾക്ക് സ്കൂളുകളിലെ, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ മികച്ച സ്കൂളുകളെ കണ്ടെത്താനും അതിൽ നിന്നും തിരഞ്ഞെടുത്ത് കുട്ടികളെ പറഞ്ഞയക്കാനും വേണ്ടി ഗ്രാമ്യ നടത്തുന്ന ധീരമായ ഈ പുരസ്കാരം ഒരുപക്ഷെ അഭിനന്ദനം അർഹിക്കുകയാണ്. 2025 SN ട്രസ്റ്റിനെ സംബന്ധിച്ച് വിദ്യാഭ്യാസത്തിന് മാത്രമല്ല, ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ PTA-യും അതുപോലെ അധ്യാപകരും പ്രത്യേകിച്ച് മാനേജ്മെൻറ്റും ശക്തമായ ചില നടപടികൾ എടുത്തു വരികയാണ്. സാമൂഹിക ബോധമുള്ള കുട്ടികളെ വാർത്തെടുക്കാനും അവരെ കുടുംബത്തിനും നാടിനും നല്ല കുട്ടികളായി വളർത്തുവാനും ഉപകരിക്കുന്ന രീതിയിൽ
വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ ഒപ്പം ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് എല്ലാ രക്ഷിതാക്കളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ വിദ്യാഭ്യാസത്തിന് മാത്രമല്ല കലാകായിക സാംസ്കാരിക രംഗത്ത് മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ബബിൽ മാഷ നേതൃത്വത്തിൽ സ്പോർട്സിൽ മികച്ച കുട്ടികളെ വാർത്ത് എടുക്കുന്നതിന് വേണ്ടി നിരവധി പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഫുട്ബോളും ചെസ്സും അതുപോലെ തന്നെ ഓട്ട മത്സരവും അതുപോലെ തന്നെ ജമ്പിങ്ങും എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ മികവുറ്റ രീതിയിൽ നടത്തുവാൻ ഉദ്ദേശിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ പഠിച്ചിട്ടുള്ള പല കുട്ടികളും ഇന്ന് വ്ളോഗർമാരായും അതുപോലെ തന്നെ ടി വിയിലും സിനിമയിലും എല്ലാം തന്നെ മികച്ച പ്രകടനം കാഴ്ച വെച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഓർത്തുപോവുകയാണ് പ്രിൻസിപ്പൽ ജയാബിനിയെയും അതുപോലെ തന്നെ പ്രധാന അധ്യാപിക മിനിജ മാഡത്തെയും അതുപോലെ തന്നെ ഞങ്ങൾ ആരാധ്യനായ ഞങ്ങളുടെ സ്കൂൾ മാനേജർ പ്രസന്നൻ സാറിനെയും ഞാൻ ഓർത്തുപോവുകയാണ്. മികച്ച വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ മികച്ച സാംസ്കാരികവും സാമൂഹിക ബോധവുമുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഗ്രാമ്യ പുരസ്കാരം, വിദ്യാഭ്യാസ പുരസ്കാരം എന്തുകൊണ്ടും ജനങ്ങളുടെ ഇടയിൽ ഒരു നല്ല മികച്ച ഒരു കാൽവെപ്പായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഞാൻ അനാമിക ഉല്ലാസ്, എസ്എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയാണ്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെയേറെ സന്തോഷമുള്ള ഒരു ദിവസം തന്നെയാണിത്. ഞങ്ങളുടെ പ്രിൻസിപ്പൽ ജയബിനി ടീച്ചറുടെയും എല്ലാ ടീച്ചേഴ്സിൻ്റെയും PTA മാനേജ്മെൻറ്റിൻ്റെയും എല്ലാം പ്രോത്സാഹനം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും മികച്ച വിജയം കൈവരിക്കാൻ സാധിച്ചത്. പഠനത്തോടൊപ്പം തന്നെ ഓരോ കുട്ടിക്കും ആവശ്യമുള്ള ജീവിത മൂല്യങ്ങളുമാണ് ഈ സ്കൂളിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. ഞങ്ങൾക്ക് ഇത്രയും മികച്ച വിജയം കൈവരിക്കാൻ സാധിച്ചത് ഈ സ്കൂളിലെ ഞങ്ങളുടെ പ്രിൻസിപ്പൽ ജയബിനി ടീച്ചറുടെയും എല്ലാ ടീച്ചേഴ്സിൻ്റെയും PTA മാനേജ്മെൻറ്റിൻ്റെയും മാത്രം സഹായം കൊണ്ട് മാത്രമാണ്. ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം ഞങ്ങൾക്ക് ഏർപ്പെടുത്തിയതിന് ഗ്രാമ്യ ചാനലിനോടും ഞങ്ങൾ ഏറെ നന്ദി പറയുന്നു. നമസ്കാരം, എൻ്റെ പേര് സ്നിഗ്ധ KS. ഞാൻ എസ്എൻ ട്രസ്റ്റ് നാട്ടികയിലെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയാണ്. 2023-2025 ഹയർ സെക്കൻഡറി എക്സാമിനേഷന് A+ ലഭിക്കാനായി ഞങ്ങളെ തയ്യാറെടുപ്പിച്ച എസ്എൻ ട്രസ്റ്റിലെ എല്ലാ അധ്യാപകർക്കും ആദ്യം തന്നെ ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇവിടുത്തെ ഓരോ ടീച്ചേഴ്സും ഞങ്ങളുടെ ഓരോ കാര്യവും ശ്രദ്ധിക്കാറുണ്ട്. ഞങ്ങൾ എക്സാമിനായി അവരെല്ലാ തരത്തിലുള്ള എഫേർട്ടും എടുത്തിട്ടാണ് ഞങ്ങളെ തയ്യാറാക്കിയത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന ഗ്രാമ്യ ചാനലിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. വാണിജ്യം. ആരോഗ്യ ശാരീരിക ക്ഷമത സംരക്ഷണ രംഗത്ത് നിരവധി വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള കാഞ്ഞാണിയിലെ ഹാർഡ് കോർ ഫാമിലി ഫിറ്റ്നസ് സെന്റർ ആധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. പ്രമുഖ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ ബോബി ചെമ്മണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? ഞാൻ ഇപ്പൊ നേരായ മാർഗത്തിൽ എന്ത് പറഞ്ഞാലും ഇപ്പൊ ഡബിൾ മീനിങ് എടുക്കുള്ളൂ. ഇനി പുഷപ്പിന് ഞാൻ വേറെ എന്താ പറയാന്ന് എനിക്ക് അറിയില്ല. ആദ്യം ഡബിൾ മീനിങ് ഒക്കെ ഇടയ്ക്ക് പറയുന്നോണ്ട് ഇപ്പൊ നേരായി പറയുമ്പോഴും ആൾക്കാർ ചിരിക്കുക. എനിവേ, എന്തായാലും പുഷപ്പ് തന്നെയാണ് ആരോഗ്യത്തിന് നല്ലതാണ്. കൂടുതൽ എടുക്കുന്നവർക്ക് കൂടുതൽ ആരോഗ്യം ഉണ്ടാവും. ഇനി അധികം പേര് വീട്ടിൽ പുഷപ്പ് എടുക്കാണ്ട് ഇവിടെ ഹാർഡ് കോർ ജിമ്മിൽ വന്ന് പുഷപ്പ് എടുക്കുന്നതായിരിക്കും ആരോഗ്യത്തിന് കൂടുതൽ നല്ലത്. എനിവേ, പിന്നെ ആരോഗ്യം എന്ന് പറയുമ്പോൾ ആരോഗ്യമുള്ളൊരു ശരീരത്തിലാണ് ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവുള്ളൂ. ആരോഗ്യമുള്ള ഒരു മനസ്സും ശരീരം കൂടിയാലാണ് തീർച്ചയായിട്ടും നമുക്ക് ജീവിത വിജയം ഉണ്ടാവുകയുള്ളൂ. ഒരു സംശയമില്ല. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയാണ്, നമുക്ക് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണമെങ്കിൽ ആരോഗ്യപരമായ ചിന്തകൾ, വിജയം ബിസിനസ്സിലും ജോലിയിലും എല്ലാത്തിലും കർമ്മ മേഖലകളിലൊക്കെ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഉന്മേഷം ഉണ്ടാവണം, ആരോഗ്യം ഉണ്ടാവണം. അപ്പോഴാണ് ഒരു മനസ്സിനൊരു ഉത്തേജകം ഉണ്ടാവുകയുള്ളൂ. എല്ലാവരും സന്തോഷവാന്മാരായിട്ടിരിക്കുക. ഈ സന്തോഷവാനാവാൻ ഈ 4 കാര്യം മതി.
അപ്പൊ അത്യാഗ്രഹമില്ലാതെ ഉള്ളതുകൊണ്ട് സമാധാനത്തിൽ സന്തോഷത്തിൽ ജീവിക്കാൻ പഠിക്കുക. അപ്പോൾ പതിവ് പോലെ കോൺകർ ദ വേൾഡ് വിത്ത് ലവ്. ലവ് യു എവരിബഡി. യുവർ ഓൺ ബോർഡ്. ജില്ലാ പഞ്ചായത്ത് അംഗം വി.എൻ. സുർജിത്ത് അധ്യക്ഷനായി. ചെറുപ്പക്കാർക്കും ഒപ്പം പ്രായഭേദമന്യേ മറ്റുള്ളവർക്കും ലേഡീസിനും അടക്കം വന്ന് ഫിറ്റ്നസ് സെന്ററിൽ പരിശീലനം നടത്താനുള്ള പുതിയ രീതിയിലുള്ള സൗകര്യങ്ങളാണ് നമ്മുടെ ഈ കാഞ്ഞാണി സെന്ററിൽ ഒരുക്കിയിട്ടുള്ളത്. KAPA സെക്രട്ടറി ജനറൽ എഡ്വിൻ വിൽസൺ, ജില്ലാ പ്രസിഡന്റ് രാജീവ് സിദ്ധാർത്ഥ്, ജില്ലാ സെക്രട്ടറി ജോൺ പുലിക്കൽ, കരാത്തെ ഗ്രാൻഡ് മാസ്റ്റർ മുഹമ്മദ് ആഷിഖ്, ഹാർഡ്കോർ ജിം പാർട്ണർമാരായ ഷിഹാൻ PA, അബു താഹിർ, സന്തോഷ് കുന്നത്തുള്ളി, ജയരാജ് എന്നിവർ സംസാരിച്ചു. ഫിറ്റ്നസ് പരിശീലന രംഗത്ത് 36 വർഷത്തെ അനുഭവ പരിചയമുള്ള ദേശീയ റെക്കോർഡ് ജേതാവും 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും മിസ്റ്റർ കേരള, മിസ്റ്റർ തൃശൂർ മെഡൽ ജേതാവുമായ ഷിഹാൻ PA, അബു താഹിറാണ് ഹാർഡ്കോർ ഫാമിലി ഫിറ്റ്നസ് സെന്ററിലെ മുഖ്യ പരിശീലകൻ. കാഞ്ഞാണി ബസ് സ്റ്റാൻഡിന് സമീപം മണലൂർ റൂട്ടിൽ സൂര്യ ആർക്കേഡ് ബിൽഡിംഗിൽ 3000 സ്ക്വയർ ഫീറ്റിൽ ശീതീകരിച്ച ഈ പരിശീലന കേന്ദ്രത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും പരിശീലനം നൽകുന്നുണ്ട്. ഹാർഡ്കോർ ഫാമിലി ഫിറ്റ്നസ് സെന്ററിൽ വനിതാ പരിശീലകരുടെ സേവനവും ലഭ്യമാണ്. ബോഡി ബിൽഡിംഗ്, സുംബ, യോഗ, എയറോബിക്സ്, ഗ്രൂപ്പ് ട്രെയിനിംഗ്, പേഴ്സണൽ ട്രെയിനിംഗ്, വെയ്റ്റ് ലോസ് ട്രെയിനിംഗ്, കാർഡിയോ, കരാത്തെ എന്നിവയിൽ വിദഗ്ധരായ ട്രെയിനർമാരാണ് ഇവിടെ പരിശീലനം നൽകുന്നത്. പരിശീലനത്തിനായി ആധുനിക മെഷീനറികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യം ചേരുന്ന 50 പേർക്ക് അഡ്മിഷൻ ഫീസ് സൗജന്യമാണ്. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ഇവിടെയുണ്ട്. ഫോൺ നമ്പർ 97 45 16 81 70. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്തിക്കാടും 3 പീടികയിലും മോഷണം. അന്തിക്കാട്ടെ കുടുംബക്ഷേത്രങ്ങളിൽ നിന്ന് 2.25 പവനോളം സ്വർണം നഷ്ടപ്പെട്ടു. ആയിരത്തി 300-ലധികം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡ് സമ്മാനിച്ച് CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ്. സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട AP ജോസ് മാസ്റ്റർക്ക് KSSPU തളിക്കുളം ബ്ലോക്ക് കമ്മിറ്റി സ്വീകരണം നൽകി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.